കൊട്ടിയൂർ പെരുമയുടെ 21ാമത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. രോഹിണി ആരാധനാ നാളിലെ ആലിംഗന പുഷ്പാഞ്ജലിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. രോഹിണി ആരാധനാ ദിവസം ഭക്തിരസത്തിൽ ആറാടുകയാണ് കൊട്ടിയൂർ. പല തുള്ളിയായി വന്ന് പെരുവെള്ളമായി മാറിയ ജനസാഗരം കേവലമായ ഒരു വർണ്ണപ്പൊട്ട് മാത്രമായി മാറുകയാണ് ഓരോ മനുഷ്യനും ഈ ഈശ്വര സന്നിധിയിൽ. ബാവലി മുറിച്ചു കടന്ന് തിരുവഞ്ചിറയിലൂടെ അവർ ഒഴുകി പരക്കുന്നു. ശൈവചേതനയെ അനുഭവിച്ചറിയാനുള്ള ആകാംക്ഷയാണ് ഓരോ മുഖത്തും. ദക്ഷയാഗത്തിന്റെ ഓർമ്മപ്പെടുത്തലാകുന്നു ഇവിടുത്തെ ഓരോ കാഴ്ചയും. കൊട്ടിയൂരപ്പനെ തേടി എൻ്റെ ഈ വർഷത്തെ 4ാമത്തെ യാത്രയാണിത്. ഓരോ തവണ ഇവിടെ എത്തുമ്പോഴും ആദ്യമായി എത്തിച്ചേരുന്ന അനുഭൂതിയാണ് അനുഭവപ്പെടുക. മഹാവിഷ്ണുവിന്റെ പദവിയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു നരജന്മം. ഇതിൽ പരം സുകൃതം ഈ ഭൂമിയിൽ മറ്റെന്തുണ്ട്? കുറുമാത്തൂർ ഇല്ലത്തെ നായ്ക്കൻ സ്ഥാനികനാണ് ഈ പദവി ജന്മാവകാശമായി ലഭിക്കുന്നത്. ഇല്ലത്തെ മൂത്ത കാരണവരെയാണ് നായ്ക്കൻ എന്നറിയപ്പെടുന്നത്. രോഹിണി ആരാധനാ നാളിലെ ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം കുറുമാത്തൂർ നായ്ക്കനാണ്. ആരാധനകളിൽ 4ാമത്തേതും അവസാനത്തേതുമാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി എന്നീ ആരാധനകളിലെ ചടങ്ങുകൾ രോഹിണി ആരാധനയിലും ആവർത്തിക്കും. ഉച്ചയ്ക്ക് പൊന്നിൻ ശീവേലി നടക്കുന്നതിന് മുൻപായിട്ടാണ് ആലിംഗന പുഷ്പാഞ്ജലി നടക്കുക. കോട്ടയം പടിഞ്ഞാറേ കോവിലകത്തിന്റെ വകയായിട്ടാണ് ഈ ചടങ്ങ്. കോട്ടയം പടിഞ്ഞാറേ കോവിലകം എന്നറിയപ്പെടുന്നത് പഴശ്ശി കോവിലകമാണ്. എല്ലാ വർഷവും രോഹിണി നാളിൽ അഭൂതപൂർവമായ തിരക്കാണ് കൊട്ടിയൂരിൽ അനുഭവപ്പെടുക. സതീവിയോഗത്താൽ കോപാന്തനായ ശ്രീപരമേശ്വരൻ താണ്ഡവ നടനമാടുന്നു. ഇതിന്റെ പ്രതിഫലനമെന്നോണം കൊടുങ്കാറ്റും പേമാരിയും സൃഷ്ടിക്കപ്പെടുന്നു. ലോകം കഠിന താപത്താൽ വെന്തുരുകാൻ തുടങ്ങി. സർവനാശം മുന്നിൽ കണ്ട ദേവകളും മാമുനിമാരും ഋഷിവര്യന്മാരും മഹാദേവനെ ശാന്തനാക്കാനുള്ള ശ്രമം നടത്തി. ഈ ശ്രമങ്ങൾ ഫലം കാണാതെ വന്നപ്പോൾ അവർ മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു. വൈകുണ്ഠപതി ഉടനെ തന്നെ മഹാദേവ സവിധത്തിലെത്തി. കോപത്താൽ നിന്ന് ജ്വലിക്കുകയാണ് മഹേശ്വരൻ. ആശ്വാസവചനങ്ങൾ ചൊരിഞ്ഞ് അദ്ദേഹം പതിയെ മഹാദേവനെ ഗാഢമായി ആലിംഗനം ചെയ്തു. ഏറെ വൈകാതെ അദ്ദേഹത്തിൽ നിന്നുള്ള താപം അണഞ്ഞു തുടങ്ങി. ക്രമേണ ഭഗവാൻ ശാന്തനായി. ഈ സന്ദർഭത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കൊട്ടിയൂരിൽ ആലിംഗന പുഷ്പാഞ്ജലി നടക്കുക. കുളിച്ച് ഈറനായി കുറുമാത്തൂർ നായ്ക്കൻ മണിത്തറയിലെത്തുന്നു. ഇതോടെ ദിഗന്തം മുഴങ്ങുമാറുള്ള ഹരിഗോവിന്ദ നാമം ഉയരുകയായി. പുരാണത്തിന്റെ പുനരാവിഷ്കാരം കൺമുൻപിൽ തെളിയുമ്പോൾ ഓരോ ഭക്തമാനസവും പുളകിതമാവുകയാണ്. കണ്ണുകൾ പാതിയടച്ച് കൂപ്പുകൈകളോടെ അവർ ഹരിഗോവിന്ദ നാമം ഉരുവിട്ടുകൊണ്ടേയിരുന്നു. ആത്മതപം ശാന്തമാകുന്നു, ജന്മസായുജ്യം നേടിയതുപോലെ. ഈയൊരു മുഹൂർത്തത്തിന് സാക്ഷിയാവാനാണ്, അനുഭവിച്ചറിയാനാണ് ലക്ഷക്കണക്കിന് ആളുകൾ ഇവിടേക്ക് ഒഴുകിയെത്തിയത്.
കെടുകാലത്തിൻ്റെ വ്യഥാതാപത്തിൽ നിന്ന് മുക്തി, ശാന്തത, അതാണ് എല്ലാ മാനസവും കൊതിക്കുന്നത്. മഹാദേവ കാരുണ്യമെന്ന ഇളനീർ വർഷം കൊണ്ട് ഓരോ മർത്യനും അത് നേടിയെടുക്കുന്നു. നീർക്കലശങ്ങളുമായി കാത്തിരിക്കുന്ന മഴമേഘങ്ങൾ. പരിപാവനതയുടെ മൂർത്തകോടിയിൽ ആ ചടങ്ങ് നമ്മുടെ തൊട്ടു മുൻപിൽ നടക്കുകയാണ്. മഹാവിഷ്ണു പരമശിവനെ പുണർന്നു നിന്ന ആ അനർഘ നിമിഷം. ആനന്ദ കണ്ണീരോടെ നിശബ്ദ മൗനത്തിലാണ് തിരുവഞ്ചിറ. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരയ്ക്കും ഗുഡ് ബൈ.